ഒരൊറ്റ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവായി മതം മാറിയില്ലെങ്കിൽ രക്ഷിക്കില്ല എന്ന് പറയുന്ന ഒരൊറ്റ ഈശ്വരനും ഹിന്ദുധർമ്മത്തിലില്ല. ഹിന്ദുവല്ലാത്ത ആർക്കും മോക്ഷപ്രാപ്തി കിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ഈശ്വരനും ഹിന്ദുധർമ്മത്തിലില്ല. ഇത്രയും പറയാൻ കാരണമുണ്ട്. കാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്കെതിരെ വലിയ അസഹിഷ്ണുതയാണ് ചിലർ നടത്തുന്നത്. എന്നാൽ ലോകത്തിലെല്ലാവർക്കും യൂണിവേഴ്സലായിട്ട്, പ്രാക്ടിക്കലായിട്ട്, സയന്റിഫിക് ആയിട്ട്, റാഷണലായിട്ട്, അതായത് യുക്തി സഹജമായിട്ട്, പ്രായോഗികമായിട്ട്, സാർവലൗകികമായിട്ട്, ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകൾ മാത്രമേ ഹിന്ദുധർമ്മത്തിലുള്ളൂ. ക്ഷേത്രത്തിൽ പോകുന്ന BJP MLA-മാർക്കെതിരെ എന്തിനാണ് ഈ വിദ്വേഷ പ്രചാരണം? ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൂടെ എന്റെ ദൈവം മാത്രമാണ് ശരി, ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്യാസിമാര് മാത്രമാണ് ഈശ്വരനയച്ച സന്ദേശവാഹകൻ, അതല്ലാതെ മറ്റൊന്നും ശരിയല്ല എന്ന് നേരാനേരം വിളിച്ചുകൂവുന്നുണ്ടോ? ഓരോ പൂജകൾക്ക് ശേഷവും സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ, അത് ഏത് പാർട്ടിക്കാരോ ആരോ ആയിക്കോട്ടെ, എല്ലാ ഭരണാധികാരികൾക്കും അതുപോലെ പശു പക്ഷി വൃക്ഷ ലതാദികൾക്കും അതുപോലെ അറിവുള്ളവർക്കും നല്ലത് മാത്രം സംഭവിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവർക്ക് ആരോഗ്യവും സൗഖ്യവും ഉണ്ടായാൽ മാത്രമേ നമുക്കും സുഖമുണ്ടാവുകയുള്ളൂ. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി, പക്ഷിപ്പനി, അങ്ങനെ എന്തുണ്ടായാലും അതെല്ലാ മൃഗങ്ങളെയും ബാധിക്കും, ഒപ്പം മനുഷ്യരാശിയെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പശു പക്ഷി വൃക്ഷ ലതാദികൾക്കെല്ലാം സൗഖ്യമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അറിവുള്ളവരാണ് നമ്മുടെ ജീവിതം സുഖകരമാക്കുന്നത്. ഒരു അസുഖം വന്നാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറുടെ അറിവ് കൊണ്ടാണ് നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നത്. ഒരു വീട് വെക്കാൻ നേരത്ത് നമുക്കൊരു എഞ്ചിനീയറുടെ ആവശ്യം വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ടാണ് നമ്മളൊരു വീട് വെക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അറിവുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ ജീവിതം സുഖകരമാകുന്നത്. ഇങ്ങനെ ലോകത്തില് എല്ലാ കാലത്തും എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള, യുക്തിസഹജമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള, യൂണിവേഴ്സലായിട്ടുള്ള, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലാണ് ഉള്ളത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെതിരെ എന്തിനാണ് ചിലർക്ക് അസഹിഷ്ണുത? എന്തിനാണ് ഈ വിദ്വേഷ പ്രചാരണം? ഇതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഫേസ്ബുക്കിലും വാക്കുകളിലൊക്കെ ഇടും. ഇന്നലെയും ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി, ഇന്നും ക്ഷേത്രത്തിൽ പോയി. ചില ആളുകൾക്ക് അതൊരു അസഹിഷ്ണുതയാണ്. നിങ്ങൾ MLA അല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവാണ് പണിയുന്നത്. അപ്പൊ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടോ? അമ്പലത്തിൽ പോകുന്നത് ആരെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, ആർക്കെങ്കിലും എതിരായിട്ട് വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടല്ല, ആർക്കെങ്കിലും എതിരായിട്ട് നശിച്ചുപോട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല. ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ സുഖമായി വരട്ടെ, സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് ചൊല്ലുമ്പോ ശരണ്യേ ത്രയംബകേ നാരായണി നമസ്തുതേ എന്ന് ചൊല്ലുമ്പോ അത് ആർക്കെങ്കിലും എതിരായിട്ടുള്ളതല്ലല്ലോ. അതിലെന്തിനാ അസഹിഷ്ണുത? പക്ഷേ ഞാൻ ഇന്നലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ളത് എഴുതിയപ്പോ താഴെ വന്നിട്ട് കുറെ ആളുകൾ അതിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണം. കാരണം ക്ഷേത്രങ്ങളിൽ പോകുന്നത് എന്തോ അത്ര ശരിയല്ലാത്തൊരു കാര്യമാണ് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം സനാതന ധർമ്മ പാരമ്പര്യം വീണ്ടെടുക്കുക എന്ന് പറയുമ്പോ ആ ഉത്തരവാദിത്വമാണ് നമുക്ക് നിറവേറ്റാനുള്ളത്. അന്നത്തെ പരിപാടി ഞാൻ ഫേസ്ബുക്കിൽ, സത്യമല്ലേ ഇത്? ആരാണ് ഈ ധർമ്മം വീണ്ടെടുക്കേണ്ടത്? ക്ഷേത്ര വിശ്വാസികളാണ്, അല്ലാതെ വിഗ്രഹ വിരോധികളല്ല. അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.